ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. നോക്കട്ടടാ ഒന്ന്. ചക്കരേ ആരിക്കോട്ട് വന്നടാ ഇത്? ചത്തു പോകും തള്ള എങ്ങനെ കുടിച്ചു കഴിഞ്ഞാല്. അങ്ങാടി ചത്തുപോട്ടാ. നിനക്കൊരു പെണ്ണിനെ കിട്ടാൻ പാല്ലേ? പെണ്ണ് കിട്ടണ്ടേ? ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടാണോ? നിന്റെ ഈ ബാറിലെ പണിക്ക് യാത് പെണ്ണാടാ നിക്കണത്? അതിനെന്താ കുഴപ്പം? നീ നേരം വെളുക്കുമ്പോ പോവും, അന്തിക്ക് വരും. നീ എനിക്കൊരു ക്വാർട്ടർ കൊണ്ടുവന്ന് തരും, ഞാനതടിക്കും. അങ്ങനെ ജീവിച്ചാ മതിയാ പോരെ? ആഹാ എടാ, ഞാൻ ചത്തു കഴിഞ്ഞാ നിനക്കുള്ള ഗ്ലാസ് വെള്ളം തരാനാ, നിനക്ക് സമയത്ത് ഭക്ഷണം തരാനാ ഒരു പെണ്ണ് വേണാ? വേണം. അതിന് കിട്ടണ്ടേ? കിട്ടണ്ടേ നീ എന്നോട് ചോദിച്ചോ. ഞാൻ എന്ത് ചെയ്യാൻ? ആരെങ്കിലും പിടിച്ചിട്ട് പാടയിങ്ങാട്. നിങ്ങൾ ഈ നശിച്ച സ്വഭാവം കാരണം തന്റെ നാട് വിട്ടു പോയത്. എന്റെ ദൈവമേ, നല്ല കാര്യം അയാൾ നാട് വിട്ടു പോയത്. പോയാലോ അയാൾ ഈ പെണ്ണ് കെട്ടാത്തോർത്തരല്ല തന്നെച്ചാലോ പോയത്. ഒന്ന് കഴിഞ്ഞാൽ സ്വൈരം പറഞ്ഞ തരൂല. പൗഡർ ഇട്ടൂടെ എന്നാലേ കളിക്കാൻ പറ്റുള്ളൂ. സ്പീഡ് കളിക്കാൻ അറിയാത്തല്ലേ? എന്തെന്നെ കാണിക്കുന്നേ? പൗഡർ ബാലേട്ടനുണ്ടല്ലോ. ബാലേട്ടാനോ? എന്താ പറയാ, ബാലേട്ടനെ വിടാൻ പ്ലാനില്ലേ? പെണ്ണൊന്നും കിട്ടുന്നില്ല പാവം. സുഹൃത്തുക്കളെ, എല്ലാരും ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. 10 അല്ല 15 മിനിറ്റ് വരും. പ്രേമേട്ടൻ പറ. പറഞ്ഞു കൊടുക്കുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ പ്രേമന്റെ കല്യാണം നടക്കാൻ പോകുന്നു. അന്റെ 250 പെണ്ണ് കാണല് ആഘോഷിക്കാൻ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനെ കളിക്കണ്ടേ? മായിലും ചൊക്കയിലൊന്നും പ്രേമന് പെണ്ണുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതങ്ങനെയൊന്നല്ല, പ്രേമന് വേണ്ടി മാത്രം ജനിച്ച പെണ്ണായി. ജാതകാണെങ്കിൽ സൂപ്പർ, ചെറിയ പ്രായവും സൗന്ദര്യം എന്ന് പറഞ്ഞ അപ്സരസ്. അതിലെന്തോ പണിയുണ്ടല്ലോ. ഏതാ പെണ്ണ്? ടിക്ടോക്കിലുണ്ടാ? അല്ല, ഞാൻ കണ്ടുപിടിച്ചാ. അയ്യോ നിർത്തല നിന്റെ വളിച്ച തമാശ. അതിനിപ്പോ സ്കോപ്പില്ല. ബാലേട്ടൻ പറ. ഇത് നല്ല തങ്കം കാച്ചി പോലത്തെ പെണ്ണാണ്. പ്രേമന് വേണ്ടി ജനിച്ച കുട്ടിയാന്നാ എനിക്ക് തോന്നുന്നു. നിങ്ങൾ അമ്മായത്തെ വർത്താനം ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ 10-45 പെണ്ണാളിന് ഇയാൾ തന്നെയാന്ന് പറഞ്ഞു. അതാണ് വയറ് കുറച്ചട്ടാ. നാളെ പെണ്ണ് കാണാൻ പോകുമ്പോ നിങ്ങളും കൂടി വേണമെന്നാ ഇവന്റെ ഒരു ആഗ്രഹം. എന്താ അറിയോ, നിങ്ങളെ കൂടുതൽ കാണാൻ രസമുള്ള ഒരു മുഖം എന്റേതാണല്ലോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാല് എനിക്കൊരു പഞ്ച് കിട്ടണേ, കാണാൻ രസമില്ലാത്ത നിങ്ങളെ മാറ്റ കുറച്ച് ആൾക്കാർ അതിന് വേണ്ടിട്ട്. വൈകുന്നേരത്തെ കുപ്പി നോക്കുകയാണെങ്കിൽ നമ്മൾ റെഡി. കുപ്പി 24 മണിക്കൂറും കുപ്പി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുലക്കുപ്പി വാങ്ങി തന്നെ. അത് ഇതും കൂടെ നോക്കാം. നടന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനില്ല. അതിനല്ലേ ഒരു കുപ്പി ഞാൻ ഓഫർ ചെയ്ത്. എന്തായാലും സോമനടി ഒത്തു വന്ന സ്ഥിതിക്ക് പൊളിക്കോ പോയിക്കളെ. പെണ്ണ് ഞെട്ടിയില്ലേ? ഓ ഇഞ്ഞായിരുന്നോ? ബാലേട്ട ഞാനാണ് ചെക്കെന്ന് പറയും. കുടുങ്ങിയോ? എടാ സിറ്റുവേഷൻ മോശം. ഗ്ലാസ് ഊരിക്കാളും ആണോ? എനിക്ക് നാണാവൂല. എന്നെ പോലെ വെള്ളടിച്ച് നടക്കുന്ന ആണുങ്ങളെയൊക്കെ ബുദ്ധിയുള്ള പെണ്ണുങ്ങളെ കിട്ടുക. ബാറിൽ പോകുമ്പോൾ അങ്ങ് പോന്നിന്. നമ്മുടെ ടീം തന്നെ പറ്റിയ കുറെ കുറഞ്ഞമാരെയും കൂട്ടിയിട്ടുണ്ട്. പെണ്ണ് കേട്ടാ നടക്കുന്നത്. കുട്ടിക്ക് ആള് മാറിപ്പോയതാ. ഇതാണ് ചെക്കൻ പ്രേമേ. അങ്ങനെയൊന്നുമില്ല, കണ്ടാലൂടെ ഞാനായിരിക്കുന്നുള്ളേ. ഓ ചെക്കനാവാൻ പറ്റിയ ലുക്ക് തന്നെ. ഞാൻ വിചാരിച്ച താനീ കൂടെ എന്റെ അച്ഛനാന്ന്. നമ്മളും ഇടയ്ക്ക് ഓനെ എങ്ങനെ വിളിക്കല്. കുട്ടി നല്ല പെർഫോമൻസ് ആണല്ലോ ബാലേട്ടാ. കുട്ടി വിചാരിക്കുമ്പോൾ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഈ ചിങ്ങം വന്നു കഴിഞ്ഞാൽ 30 ആവും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലോ 29. 29. അതെ. അതേടോ 10 വർഷം മുമ്പുള്ള ചിങ്ങത്തിലായിരിക്കും 30. അത് കറക്റ്റാ. ഇവരെല്ലാം ഒക്കെ പറഞ്ഞോണ്ടാ ഞാൻ ഇവരെയും കൂട്ടി വന്നത്. ഇതിപ്പോ ഒന്നുമില്ല ബാലേട്ടാ, ഈടെ പെണ്ണുങ്ങളെ വെക്കുന്നൊന്നുമില്ല. മര്യാദക്ക് എണീച്ചു പോവാൻ നോക്ക്. ഇതേ നീ വീട്ടിൽ വന്നവരെ. ഈ കുട്ടി പെർഫെക്റ്റ് ആട്ടോ. ഇതൊക്കെ എന്റെ പരിപാടിയാന്ന് എനക്കറിയാം. പോയട്ടെ. മാടോ പോ. ഒരു പെണ്ണ് കാണല്. പ്രേമം
പോലെ, അവിടെ നിക്ക്. സമയത്തുള്ള പെണ്ണില്ലേ ആ പെണ്ണടെ ബാലേട്ടാ. അതന്നെ. എന്തേ എന്നോട് ക്ഷമിക്കണം ഏ? ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല അത് അവൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കാണണം എന്നുള്ള മോഹം കൊണ്ടാ സോറി. കുട്ടി മേരടാ അല്ല നല്ലൊരു മനസ്സുണ്ട്, നല്ലൊരു പുയ്യാപ്പിള കിട്ടും. അല്ല അതേതാ പുയ്യാപ്പിള കമ്മീഷൻ കിട്ടുന്ന കാര്യമായി ഉണ്ടാ പുയ്യാപ്പിളങ്ങളെ വാപ്പ. ഇനി ഇങ്ങോട്ടില്ല മോളെ. നിങ്ങളെ ഞാൻ കൊല്ലും. നീ നല്ലോണം കുടിച്ചിട്ടുണ്ട് അല്ല ഇങ്ങനെ ഒരു ചീത്ത സ്വഭാവം നിനക്കില്ലേ? ചീത്ത സ്വഭാവമല്ലേ അവന്. ആദ്യമായിട്ട് പെണ്ണാണം പോയെടുത്ത് ഇങ്ങനത്തെ അപ്പം മനസ്സാക്കേണ്ടി വന്നു. ഓള് പറഞ്ഞു കേട്ടില്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന്. ഓ വെള്ളക്ക് നാട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അയ്യോ, 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 അയ്യോ. പ്രേമ ഓള് പറഞ്ഞതിലും കാര്യമുണ്ട്. ചില സത്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്ക് വെറുതെ ചലിക്കരുത് പറഞ്ഞേ. നിനക്കായിട്ടൊരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടേ ഈ ബാലം കൊണ്ടത്തരോടോ? എനിക്ക് കുട്ടിയും വേണ്ട, ഒരു കൂപ്പും വേണ്ട. വിട്, വിട്, വിട്. അല്ല 5-6 കൊല്ലായിട്ട് ഇയാൾ എന്റെ ചെലവിലാ ജീവിക്കണേ. നല്ല പെണ്ണ് കുഴപ്പമില്ല. ഉള്ളിലേക്ക് ആ ഇങ്ങനെ പെണ്ണിനെ കല്യാണം കഴിക്കണം പണ്ടാരടങ്ങി പോട്ടെ. ഇനി പ്രാഗല്ല, ഇങ്ങനെ പ്രാകാൻ പാടില്ല. അത് എന്റെ ഉള്ളിലേക്ക് എങ്ങനെ മനു നീ തന്നെ അവളെ കെട്ടണം, എന്നിട്ട് അവളെ അനുഭവിക്കണം. വിടറാ. ഇല്ല ബാലേട്ടാ, നമ്മളെ പ്രേമേട്ടന് പറ്റിയ ഏതെങ്കിലും പെണ്ണുണ്ടോ ഇനി നിങ്ങളെ കസ്റ്റഡിയിൽ? പിന്നെ ഇവനായിട്ട് ജനിച്ച കുട്ടികളാണ് ഈ ഉള്ള- ഞാൻ കഴിക്കില്ല, നിങ്ങൾ എന്താക്കും? ഓളെ വിട്ടേക്ക്. എന്നിട്ടൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഞാൻ വളച്ചൊടിച്ച് കല്യാണം നടത്താം. അത് നല്ല ഐഡിയ ആണ്. അത് ഓക്കേ. 6 കൊല്ലങ്ങൾ നടക്കുന്ന നേരം കൂടെ പ്രേമിച്ചാ മതിയേനു. മതിയേനി. ഇയാളെ വർത്താനം കേട്ടിട്ട് നിന്റെ ഈ ഏരിയയിൽ ഇനി വന്നിട്ട് എനിക്ക് പോയി. നീ പ്രേമിക്കണം പ്രേമ. ഇനി പ്രേമിച്ച ശരിയാകും. ശരിയാവും. പ്രേമിക്കുന്നതിന്റെ മോശം എന്ന് പറയുന്നത് ഈ കുട്ടി ഇതൊക്കെ ഉണ്ടോ? നല്ല കണ്ടാ 500 ലൈൻ ഉണ്ട്. ആണോ? എനക്കിഷ്ടായി. ആ? എനിക്കിഷ്ടായി. ഓന്റെ ആ, കാര്യം നോക്ക്. അല്ല ആ കുട്ടി എങ്ങനെ ഉണ്ടാവും? മുട്ടങ്ങി. ഇതാ വരുന്ന കുട്ടി. നല്ല രസല്ലേ? ഇത് എണീക്ക്. നല്ല കുട്ടിയല്ലേ? നിങ്ങൾക്ക് ഓളെ പ്രേമിച്ചൂടെ? അതിന്റെ അത്ര റൈറ്റ് പോരാ. ഈ പിന്നെ പൃഥ്വിരാജിന്റെ ഐറ്റാണല്ലോ. ദാ, ആ കുട്ടി ആ നല്ലതല്ലേ? കുട്ടി, ആ നോക്ക്. ആ കുട്ടി പറ്റോ? ആ വരുന്നു. ആ നീല ഗ്ലാമർ ലേശം കൂടുതലല്ലേ? അതിന്റെ മുതലാളി ആ പെൺകുട്ടിയോ? ആ പെൺകുട്ടിയല്ല അതിന്റെ ബാക്കിൽ വരുന്നേ. ഏത് ഈ കുട്ടിയോ? ഈ കുട്ടിയാണോ മുതലാളി? എന്താ ഇപ്പൊ പറയാ? നല്ല മുതലാളി. എന്താ പറയുക ഇവിടെ ഇതൊക്കെ എന്റെ ചെങ്ങൈമാരാ. ഇവരാ അല്ലേ? ഹായ്. ആ താൻ ലീവ് എടുത്ത് കറങ്ങിടക്ക. അല്ല അത് ഇന്നത്തെ ശമ്പളം അത് കട്ടാണ്. മൂപ്പര് ഭയങ്കര കളിപ്പിലാണല്ലോ. മൂപ്പര സ്വഭാവം എങ്ങനെയാ, പക്ഷെ ഭയങ്കര സ്നേഹ. ആണോ? എന്നാ പിന്നെ നമുക്കൊന്ന് ആഘോഷിക്കല അതിന്റെ പേരില്. എന്നാ ഒരു കുപ്പി പൊട്ടിച്ചാലോ? അതന്നെ. ആ ആ. അല്ലേ? ഇന്നത്തെ ശമ്പളം നേരത്തെ എടുത്ത് നന്നായി.